ഹമാസായും ഹിസ്ബുള്ളയായും ഹൂതിയായും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് യുദ്ധം നടത്തുന്നത് ഇറാനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഇസ്രായേലിന് തീർച്ചയായും ഉണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു മത ധ്രുവീകരണത്തിലേക്ക് നയിക്കുകയും അതിൻ്റെ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത് യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവണതയാണോ കാണാൻ കഴിയുന്നത്? ഏറ്റവും ഒടുവിലായി ഇറാനെ തന്നെ ഇസ്രായേൽ ഖുമൈനിയെ തന്നെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. രോഹിണി, ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു ഇറാൻ്റെ ഇൻവോൾവ്മെൻറ്റ് മനസ്സിലാക്കണമെങ്കിൽ അത് കുറച്ചുകൂടെ ആ ഫണ്ടമെൻ്റൽസിലേക്ക് പോകേണ്ടി വരും. ഇറാൻ ഒരു ഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡർ അല്ല എങ്ങനെ നോക്കിയാലും. കാരണം ഒന്ന്, ആ പ്രദേശത്തുള്ള രാജ്യമല്ല. അറബ് മേഖലയ്ക്ക് കിഴക്ക് ഭൂമിശാസ്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ. രണ്ട്, അഫക്റ്റഡ് പാർട്ടി അല്ല, നേരിട്ട് അഫക്റ്റഡ് പാർട്ടിയല്ല. പലസ്തീനിയൻ കോസ് എന്ന് പറയുന്നത് ജെനുവിനാണ്. അവിടെ 2000 വർഷത്തിലധികം താമസിച്ചിരുന്ന ആ പലസ്തീനിയൻസിന് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം ഉണ്ടാകണം എന്നത് ന്യായമാണ്. അപ്പോൾ ആരാണ് ഈ പ്രശ്നത്തിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്? രണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സേ ഉള്ളൂ. ഒന്ന്, ഇസ്രായേൽ സ്വച്ഛന്തമായി ശാന്തമായി സമാധാനപരമായി ഇസ്രായേൽ ജനതയ്ക്ക്, ജൂത ജനതയ്ക്ക് ആ പ്രദേശത്ത് ഇസ്രായേൽ എന്ന രാജ്യത്തിന് താമസിക്കാൻ കഴിയണം, അധിവസിക്കാൻ കഴിയണം. അത് നിരന്തരമായ റോക്കറ്റ് ആക്രമണം, ഇത് വലിയ അലോസരമാണ് ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായി സ്റ്റേക്ക് ഹോൾഡർ എന്ന നിലയിൽ ആ സ്റ്റേറ്റ് ആക്ടറായ ഇസ്രായേൽ തങ്ങളുടെ സൈനിക ശക്തി ഉപയോഗിച്ച് തങ്ങൾക്കെതിരെ സമീപ പ്രദേശത്തു നിന്നും, അത് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഹമാസിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ആക്രമണത്തെ കായികമായി നേരിടുന്നു. അത് സ്വാഭാവികമാണ്. രണ്ടാമത്തെ സ്റ്റേക്ക് ഹോൾഡർ ആരാണ്? അത് പലസ്തീനിയൻ ജനതയാണ്. ആ പലസ്തീനിയൻ ജനത ഇന്ന് രണ്ടായി ചരിത്രപരമായി ഒന്നിച്ച് നിൽക്കേണ്ട ജനത ഇന്ന് ഭൂമിശാസ്ത്രപരമായ രണ്ട് ഖണ്ഡങ്ങളിൽ നിൽക്കുന്നു. കിഴക്ക് വെസ്റ്റ് ബാങ്ക്, ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ തീരം, അതാണല്ലോ വെസ്റ്റ് ബാങ്ക്. അവിടുത്തെ പലസ്തീനിയൻസ് ഈ ഒരു റപ്രോഷ്മയുടെ ഒരു മൂഡിലാണ്, അല്ലെങ്കിൽ ഇസ്രായേലുമായി ഒരു പരിധിവരെ സന്ധി ചെയ്തുകൊണ്ട് പലസ്തീനിയൻ അക്കോർഡിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഇസ്രായേലിനെ നേരിട്ട് കായികമായി എതിർക്കുന്ന ഒരു മൂഡിലല്ല. അവിടെ സംഭവിച്ചു ഇന്തിഫാദ 1, 2 ഒക്കെ സംഭവിച്ചു. യാസർ അറഫത്ത് ആയുധം താഴെ വെച്ചു, അക്കോർഡ് ഒരു പരിധിവരെ ഉണ്ടായി, ഓസ്ലോ എഗ്രിമെൻ്റ് ഉണ്ടായി. അതുകൊണ്ട് ആ ഭാഗത്ത് ഇന്ന് വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകുന്നില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ അധിനിവേശം, ഇസ്രായേലിൻ്റെ സെറ്റിൽമെൻറ്റ് അവിടെയുണ്ട്. അത് വിഷയമാണ്. അതുകൊണ്ട് അവിടുത്തെ വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികൾക്ക് തീർച്ചയായും സ്റ്റേക്ക് ഹോൾഡർ സ്റ്റേറ്റസ് കൊടുക്കാം. എന്നാൽ മറ്റൊരു സ്റ്റേക്ക് ഹോൾഡർ ഉണ്ട് പലസ്തീൻ്റെ, അതാണ് ഹമാസ് നിയന്ത്രിച്ചിരുന്ന ഗാസ പ്രദേശം. അതും പലസ്തീൻ തന്നെയാണ്, പലസ്തീനികളാണ്. അതുകൊണ്ട് അവർ രണ്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അപ്പോൾ ഇസ്രായേൽ എന്ന സ്റ്റേക്ക് ഹോൾഡർ, പലസ്തീൻ എന്ന സ്റ്റേക്ക് ഹോൾഡർ. ഇവിടെയാണ് രംഗത്ത് വരുന്നത്. ഇറാൻ രംഗത്ത് വരേണ്ട സ്വാഭാവിക കാര്യമൊന്നും തന്നെയില്ല. ഇസ്രായേലിൻ്റെ സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള നിലയിൽ ഇസ്രായേലിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഒന്ന്, ഇമ്മീഡിയറ്റ് ഒബ്ജക്റ്റീവാണ്. അതെന്താണ്? 60,000-ഓളം ഇസ്രായേലിൻ്റെ പൗരന്മാർ പല പ്രദേശങ്ങളിലായി മാറിപ്പോയി. വടക്കൻ ഇസ്രായേലിൽ നിരന്തരമായ ആക്രമണമാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ വിതച്ചത്. അവർ തെക്കോട്ട് മാറി. അതുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കണം. 1 വർഷമായി തുടരുന്ന യുദ്ധത്തിൽ, നിരന്തരമായ ആക്രമണങ്ങളിൽ അവിടുന്ന് വീടും കൂടും വിട്ട് ഓടേണ്ടി വന്ന ആളുകൾ, അത് കാശ്മീരിൽ നിന്നും പണ്ഡിറ്റുകൾക്ക് ജമ്മുവിലേക്ക് ഓടിപ്പോരേണ്ടി വന്നതുപോലെയാണ്. അവരെ തിരിച്ച് അധിവസിപ്പിക്കാൻ ഇസ്രായേലിൻ്റെ ശക്തി അവരുപയോഗിക്കും. അതിൻ്റെ ഭാഗമായി ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ ഒരു ബഫർ സോൺ സൃഷ്ടിക്കണം. ലെബനനിലൂടെ ഒഴുകുന്ന, കിഴക്കുന്ന് പടിഞ്ഞാറേക്ക് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ തെക്കൻ പ്രദേശം വരെ ഒരു നോ ഫ്ലൈ സോൺ, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ സോണായി വികസിപ്പിക്കണമെങ്കിൽ അങ്ങനെയാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചിങ് പാഡുകളെല്ലാം നശിപ്പിക്കണം. അതുകൊണ്ട് ഇസ്രായേൽ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തി. ഇവിടെ ലെബനൻ സ്റ്റേക്ക് ഹോൾഡർ അല്ല, പക്ഷേ ലെബനൻ ഹിസ്ബുള്ളയ്ക്ക് അഭയം കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ ലെബനൻ്റെ മണ്ണ് ഇസ്രായേൽ വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാനായി ലെബനൻ വിട്ടുകൊടുത്തത് കൊണ്ടാണ് ലെബനന് നേരെ ഇസ്രായേൽ ആക്രമിക്കുന്നത്. പല ആവർത്തി ഇസ്രായേൽ പറഞ്ഞു, വി ഹാവ് നത്തിങ് അഗൻസ്റ്റ് ലെബനൻ ഓർ ലെബനീസ് പീപ്പിൾ, വി ഹാവ് എവറിഥിങ് അഗൻസ്റ്റ് ഹിസ്ബുള്ളയാണ് ആക്രമിക്കുന്നത്. അപ്പം അവിടെ സ്റ്റേക്ക് ഹോൾഡർ ഹിസ്ബുള്ള എന്ത് സ്റ്റേക്ക് ഹോൾഡറാണ്? ഹിസ്ബുള്ളയ്ക്ക് നഷ്ടങ്ങളൊന്നുമില്ലല്ലോ. ഹിസ്ബുള്ളയ്ക്ക് ആക്രമണം വരുമ്പോൾ നഷ്ടമുണ്ട് എന്നല്ലാതെ. പക്ഷേ പാലസ്തീനിയൻസ് മാത്രമാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ പരിഗണന എന്താണ്? ഈ പരിഗണന എന്ന് പറയുന്നത് തീർച്ചയായും അത് ആദ്യം തന്നെ വരേണ്ട പരിഗണനയാണ്. അതായത് മോചിപ്പിച്ചെങ്കിലേ പറ്റൂ. ബന്ദികൾ, 100ഓളം ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ തടവിൽ തുരങ്കങ്ങളിൽ കഴിയുന്നു. ഈ ഇസ്രായേൽ പൗരന്മാരെ മോചിപ്പിക്കണം. 1 വർഷമായി മോചിപ്പിച്ചില്ല എങ്കിൽ ഇമ്മീഡിയറ്റ് ഒബ്ജക്റ്റീവ് നിറവേറ്റപ്പെട്ടിട്ടില്ല.
അത് നിറവേറ്റാതെ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ആ കുപ്പായത്തിൽ തുടരാൻ കഴിയുമോ? എന്ത് വില കൊടുത്തും ഇസ്രയേൽ ഇവരെ മോചിപ്പിക്കണം. ഈ കാര്യത്തിലേക്ക് കാര്യമായ ചർച്ചകൾ ഉണ്ടാകുന്നില്ല. വെടിനിർത്തൽ പറയാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻസിന് വലിയ ഉത്സാഹമാണ്. പക്ഷേ ആരും പറയുന്നില്ല വെടിനിർത്തൽ വേണം, 21 ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന് ഫ്രാൻസ് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി റിലീസ് ദ റെഫ്യൂജീസ്, അല്ലെ റിലീസ് ദി ഹോസ്റ്റേജസ്, എന്നിട്ട് നമുക്ക് വെടിനിർത്തലാകാം. അത് തയ്യാറല്ല, ആരും തയ്യാറല്ല. എന്നാൽ വീണ്ടും ഞാൻ ഇറാൻ്റെ കാര്യത്തിലേക്ക് വരുന്നു. അപ്പോൾ 2 സ്റ്റേക്ക് ഹോൾഡേഴ്സും അവരുടെ പ്രിഫറൻസും ഞാൻ പറഞ്ഞു. എന്നാൽ ഇറാൻ രംഗത്ത് വരുന്നത് വേറൊരു ഉദ്ദേശത്തിനാണ്. അതായത് ഇറാന് ലോകരാഷ്ട്രീയത്തിൽ അടിതെറ്റുന്നു, വലിയ തോതിൽ ഉപരോധങ്ങൾ നേരിടേണ്ടി വരുന്നു. ഇറാൻ ഒരു സൗദി അറേബ്യയ്ക്കും അറബ് ലോകത്തിനും ഒക്കെ ബദലായി ഒരു നോൺ അറബ് ഇസ്ലാമിക ലീഡർഷിപ്പിൽ വരാൻ, ഒരു സിവിലൈസേഷണൽ ലീഡർഷിപ്പ് ഓഫ് ദി ഇസ്ലാമിക് വേൾഡ്, അത് വരാനായി ഉള്ള വലിയ തോതിലുള്ള ആഗ്രഹം, അദമ്യമായ ആഗ്രഹം ഇറാൻ്റെ മത നേതൃത്വം പ്രകടിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ്റെ പരമോന്നത നേതാവ്, മത നേതാവ് അയത്തുള്ള അലി ഖൊമനി കഴിഞ്ഞ ദിവസം ഒരു വലിയ ക്ലാരിയൻ കോൾ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഫ്രൈഡേ നമസ്കാരത്തിന് ശേഷം ജനത്തോട് അഡ്രസ്സ് ചെയ്തപ്പോൾ, ആയിരക്കണക്കിന് ആളുകളോട് അഡ്രസ്സ് ചെയ്തു. അത് ലോകത്തോടായി സംസാരിക്കുകയാണ്. ദിസ് ഇസ് ദ ടൈം ഫോർ ദി എൻറ്റയർ ഇസ്ലാമിക് വേൾഡ് ടു യുണൈറ്റ്. വളരെ ഉട്ടോപ്യൻ ഒരു ഐഡിയ ആണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഡോക്ടർ മോഹൻപിള്ള സൂചിപ്പിച്ചതുപോലെ, നാച്ചുറൽ അലൈസ് അല്ല. ഷിയ ലോകവും സുന്നി ലോകവും ഇപ്പോഴും വിഘടിച്ച് നിൽക്കുന്നവരുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇസ്ലാം ഒരു റാലിയിങ് പോയിന്റാണ് സമ്മതിച്ചു, പക്ഷേ അവരുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. ഈ സുന്നി ലോകത്തെ മിക്ക രാജ്യങ്ങളും അറബ് വംശജരാണ്, എന്നാൽ ഷിയ ലോകത്ത് അങ്ങനെയല്ല. ഇത് രണ്ടുമല്ല, ഷിയയും സുന്നിയും അല്ലാത്ത മറ്റ് വിഭാഗങ്ങളുണ്ട്, ഈ പ്രദേശത്തിന് വെളിയിൽ ഉള്ള മുസ്ലിങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഇവർക്കെല്ലാം സ്വാഭാവികമായി ഇസ്രയേലിനോട് ശത്രുത ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇസ്രയേലിനോടുള്ള ശത്രുത എല്ലാ അറബ് രാജ്യങ്ങൾക്കും എല്ലാ മുസ്ലിം രാജ്യങ്ങൾക്കും ഉണ്ടാവുകയും ഈ പ്രശ്നം അന്താരാഷ്ട്രവൽക്കരിക്കുകയും ചെയ്യാനുള്ള ആഗ്രഹം ഇറാനുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഹൂതികളെയും അതുപോലെ ഷിയ മിലിറ്റൻറ്റുകൾ, ഇറാഖിലും സിറിയയിലുമുള്ള മിലിറ്റൻറ്റുകളെ അർത്ഥവും നൽകി സഹായിക്കുന്നത്. അതുകൊണ്ട് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഇസ്രയേലിൻ്റെ വലയിൽ ഇറാൻ കുരുങ്ങുന്ന ഒരു കാഴ്ച കാണുന്നു. എന്താണ് ഇസ്രയേലിൻ്റെ വല? ഇസ്രയേലിന് അവിടെ ഭാവിയിലാണെങ്കിലും സമാധാനമായി കഴിഞ്ഞുകൂടണമെങ്കിൽ ആത്യന്തികമായി ഇറാൻ്റെ കേപ്പബിലിറ്റി നശിപ്പിച്ചെങ്കിലേ പറ്റൂ, ആണവ കേപ്പബിലിറ്റി ഉൾപ്പെടെ നശിപ്പിച്ചെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്യേണ്ടത് ഇറാൻ്റെ മാത്രം ആവശ്യമല്ല, ഇസ്രയേലിൻ്റെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് അമേരിക്ക തയ്യാറായി നിൽക്കുകയാണ്. ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ ആണവ നിലയങ്ങളിൽ ഉൾപ്പെടെ ആക്രമണം നടത്തി അതിനെ നിർവീര്യമാക്കാൻ സാധിക്കുമോ എന്ന ആലോചനയാണ്. എളുപ്പമുള്ള കാര്യമല്ല. ഇറാൻ വലിയ രാജ്യമാണ്, ശക്തമായ രാജ്യം തന്നെയാണ്, എയർ ഡിഫൻസ് സംവിധാനങ്ങളുണ്ട്. പക്ഷേ അപ്പോൾ അമേരിക്കൻ ഇസ്രയേലി ഇൻട്രസ്റ്റ് കൺവേർജ് ഇൻ ദ മാറ്റർ ഓഫ് ഇറാൻ. അതുകൊണ്ടാണ് ഇത് അത്ര എളുപ്പം പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ്